Hello everyone and welcome back to Green World Group's YouTube channel. So, നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ILO റെക്കമെൻഡേഷൻ നമ്പർ 164ഉം നീബോഷ് IGC എക്സാമും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ നീബോഷ് IGCയിൽ എങ്ങനെയാണ് ഈ ILO റെക്കമെൻഡേഷൻ നമ്പർ 164 വന്നു കയറുന്നത്. കാര്യം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിങ്ങൾ ഇതിനു മുമ്പ് ശ്രദ്ധിച്ചു കാണും, ഈ ഒരു പെർട്ടിക്കുലർ റെക്കമെൻഡേഷനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുകയും അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഈ ILO റെക്കമെൻഡേഷൻ നമ്പർ 164ഉം അത് വെച്ചിട്ട് എങ്ങനെ ഈ OB ആൻസേഴ്സ് അല്ലെങ്കിൽ നീബോഷ് IGCയുടെ ആൻസേഴ്സ് എഴുതാൻ സാധിക്കും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഒന്നുകൂടെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണിൽ ഒരു ക്ലിക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ദിവസവും അപ്ലോഡ് ആവുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അത് വെച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ILO 164 R164 എന്ന് പറയുന്ന റെഗുലേഷനും നീബോഷ് IGCയും തമ്മിലുള്ള എന്ത് റിലേഷനാണ്, ഇതെങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് എക്സാം ആക്കി എഴുതാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിനകത്ത് ILO റെക്കമെൻഡേഷൻ നമ്പർ 164 ഇത് മെയിൻലി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഓക്കുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ILOയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു ഗൈഡായിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ റെക്കമെൻഡേഷൻ, അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഗൈഡായിട്ടാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ILO റെക്കമെൻഡേഷൻ നമ്പർ 164 നീബോഷിൻ്റെ ചില സിനാരിയോസിനകത്ത് ചില ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കാറുണ്ട് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട്. അപ്പം ഇതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഇതിലെ കീ പ്രൊവിഷൻസ് കുറച്ച് കാര്യങ്ങളുണ്ട്. പെർട്ടിക്കുലർലി പാർട്ട് A ഓഫ് R164 റെഗുലേഷൻ 164 അത് മെയിൻലി ഔട്ട്ലൈൻ ചെയ്യുന്നതെന്ന് പറയുന്നത് ജനറൽ ഡ്യൂട്ടീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഫോർ സേഫ്റ്റി. ഈ രണ്ട് ഭാഗങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ പാർട്ട് എയിൽ. സോ ഇത് രണ്ടും ലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ നോട്ട് ഓൺലി ബി പ്രിപ്പയർഡ് ഫോർ യുവർ നീബോഷ് ഓപ്പൺ ബുക്ക് എക്സാം, പക്ഷേ യു വിൽ ബി ഓൾസോ ഡെവലപ്പിംഗ് എ ബ്രോഡർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഗ്ലോബൽ ഫൗണ്ടേഷൻസ്. പാർട്ട് എ നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയും ഉണ്ടാവും. ഇത് വച്ചിട്ട് നിങ്ങളുടെ പ്രോപ്പറായിട്ട് നിങ്ങൾക്കൊരു ആൻസർ എഴുതുവാനും നിങ്ങൾക്ക് സാധിക്കും. അപ്പം ഇതെന്തൊക്കെയാണ് ഈ പാർട്ട് എയിൽ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു എംപ്ലോയർ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അപ്കമിങ് സ്ലൈഡുകളിൽ നമുക്ക് നോക്കാം. സോ ദിസ് ഈസ് ദി ഓവർവ്യൂ ഓഫ് ഇറ്റ്. സോ വാട്ട് ഈസ് ദിസ് ILO റെക്കമെൻഡേഷൻ നമ്പർ 164? ഇത് ആക്ച്വലി 1981 ഇത് അഡോപ്റ്റ് ആവുന്നത് ആൻഡ് വർക്ക്സ് അലോങ് സൈഡ് ദ കൺവെൻഷൻ C155. ഇതൊരു ലീഗൽ ബൈൻഡിങ് എഗ്രിമെൻ്റ് ആണ്. ഇത് മാൻഡേറ്ററി അല്ല, ബട്ട് ഇറ്റ് ഈസ് വെരി ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് ഇറ്റ് ഈസ് വെരി വൈഡ്ലി ഫോളോഡ്. വളരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഗൈഡൻസ് ഡോക്യുമെൻ്റ് തന്നെയാണ് ഇത്. മെയിൻലി ഇറ്റ് സെറ്റ്സ് ഔട്ട് പ്രാക്ടിക്കൽ സജഷൻസ് ഫോർ ഹൗ ഗവൺമെൻറ്റ്സ്, എംപ്ലോയേഴ്സ് ആൻഡ് വർക്കേഴ്സ് ക്യാൻ പ്രൊമോട്ട് സേഫർ വർക്ക് പ്ലേസസ്. ഈ ഒരു പെർട്ടിക്കുലർ റെഗുലേഷനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നത്. സോ അതിനകത്ത് പാർട്ട് A ഈസ് ദ മോസ്റ്റ് റെലവൻറ്റ് ടു നീബോഷ് ലേണേഴ്സ്. കാര്യം അതിനകത്ത് മെയിൻലി കവർ ചെയ്യുന്നതെന്ന് ജനറൽ ഡ്യൂട്ടീസ് ആൻഡ് പ്രിവെൻഷൻ സ്ട്രാറ്റജീസ്. എന്തൊക്കെയാണ് ഒരു എംപ്ലോയർ സൈഡിൻ്റെ ജനറൽ ഡ്യൂട്ടീസും അതിൻ്റെ മറ്റുള്ള പ്രിവെൻഷൻ സ്ട്രാറ്റജീസ്, എങ്ങനെ നമുക്കൊരു ഹസാർഡിനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഒരു ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതെല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് ഈ പാർട്ട് എയിൽ. ആൻഡ് ദാറ്റ് ഈസ് വൈ വി ക്യാൻ സേ ദിസ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റംസ് എന്നുകൂടെ നമുക്കിതിനെ റെഫർ ചെയ്യുവാനായിട്ട് സാധിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് ILO റെക്കമെൻഡേഷൻ നമ്പർ 164. Why is Part A important? Part A is extremely important, and കാരണമെന്ന് പറയുന്നത് it lays the groundwork for best practices in occupational safety and health. So it encourages a systematic and planned approach. അതായത് ഒരു സിസ്റ്റമാറ്റിക്, ഒരു മുമ്പേ പ്ലാൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു അപ്രോച്ചാണ് എങ്ങനെ ഒരു വർക്കിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹാം ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെ, അത് സിസ്റ്റമാറ്റിക്കായിട്ടും ഒരു പ്ലാൻഡ് അപ്രോച്ച് എന്നുള്ള രീതിയിൽ ക്ലിയർ ആയിട്ട് ഈ പാർട്ട് എയ്ക്കകത്ത് പറയുന്നുണ്ട്. അത് മാത്രവുമല്ല ഈ പാർട്ട് എയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം കൂടെ പറയുന്നുണ്ട്, ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. അത് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം, ഒരു എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഒരു സേഫ് സിസ്റ്റം ഓഫ് വർക്ക് കൊടുക്കുക, എംപ്ലോയീസിന് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ക്ലിയർ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നീബോഷിൻ്റെ ചില ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾ നോക്കുമ്പം ഈ പറയുന്ന ILO ഈ പറയുന്ന റെഗുലേഷൻ നിങ്ങൾ കൃത്യമായിട്ട് R164 നോക്കിക്കഴിഞ്ഞാൽ
ഇതിനകത്ത് എംപ്ലോയർ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സിനാരിയോയിൽ എംപ്ലോയർ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കോറിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ആൻസേഴ്സ് കിട്ടും. ട്രെയിനിങ് കൊടുക്കാറുണ്ടോ, സേഫ് സിസ്റ്റംസ് ഓഫ് വർക്ക് പറയാറുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ സിനാരിയോയിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കോറിലേറ്റ് ചെയ്താൽ മതി. നമ്മുടെ R164 കൃത്യമായിട്ട് റെഗുലേഷൻസ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഈ പറയുന്ന സിനാരിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഒരുവിധപ്പെട്ട ആൻസേഴ്സ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും. എന്തൊക്കെയാണ് അതിനകത്തുള്ള ലാപ്സസ്, എന്തൊക്കെയാണ് അതിനകത്തുള്ള പ്രോബ്ലംസ് എന്നുള്ളത്. അപ്പം അതിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് ആൻസർ ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഹൗ ILO R164 സപ്പോർട്ട്സ് NEBOSH IGC ലേണിംഗ് ഔട്ട്കം. സോ അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞു എംപ്ലോയർ റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ്, പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ കീ ടോപ്പിക്സ് സച്ച് ആസ് ഹസാർഡ് കൺട്രോൾ, കൺസൾട്ടേഷൻ വിത്ത് വർക്കേഴ്സ്, പിന്നെ ഡെവലപ്പിംഗ് സേഫ് സിസ്റ്റംസ് ഓഫ് വർക്ക്, ഇതെല്ലാം R164 ഗൈഡൻസിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. So if you have ever answered a NEBOSH exam questions, particularly on a risk reduction or a worker involvement, you are already applying R164 principles. So നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ R164 എന്ന് പറയുന്ന റെഗുലേഷൻസിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്സ് എല്ലാം തന്നെയാണ് കറക്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. സോ അതിനെ ഞാൻ നേരത്തെ മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ കണക്ക് ഇത് ക്ലിയർ ആയിട്ട്, ഈ ലിങ്കുകൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസറിനെ ഒരു പ്രോപ്പർ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് എഴുതുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സോ ദാറ്റ് ഈസ് ദ റീസൺ. സോ അണ്ടർസ്റ്റാൻഡിങ് R164 ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ജസ്റ്റിഫൈ യുവർ റെക്കമെൻഡേഷൻസ്. ചില കാര്യങ്ങൾ പറയാം, അതായത് ഒരു ഹസാർഡ് തന്നിട്ട് ഇതിനെ എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ R164 എന്ന് പറഞ്ഞ ഡോക്യുമെൻറ്റ്, ഇത് യൂഷ്വലി ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പം ഈ റെഗുലേഷനോട് അറ്റാച്ച് ചെയ്ത് ഞാൻ 1-2 തവണ കണ്ടിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ റെഗുലേഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഗൂഗിളിൽ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് R164 റെഗുലേഷൻ നിങ്ങൾ 1-2 പേജ് ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സിനാരിയോയിലുണ്ടോ, ഇല്ലെങ്കിൽ അത് തന്നെയാണ് നിങ്ങളുടെ ആൻസർ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കാര്യങ്ങളെല്ലാം ഇല്ല എന്നുള്ളത് കാണിക്കും, ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്നുള്ളതുമാണ്. അപ്പം അത് നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്കൊരു പരിധി വരെ നിങ്ങളുടെ ആൻസേഴ്സ് വ്യക്തമായിട്ട് എഴുതുവാനായിട്ട് സാധിക്കും. ജനറൽ ഡ്യൂട്ടീസ് ഓഫ് എംപ്ലോയീസ്, അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ കാര്യം അല്ലെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി R164 ക്ലിയർ ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? ഒന്നെന്ന് പറയുന്നത് പ്രൊവിഷൻ ഓഫ് സേഫ് വർക്ക് എൻവയോൺമെൻറ്റ്, പിന്നെ ടേക്കിംഗ് പ്രാക്ടിക്കൽ ആൻഡ് റീസണബിൾ സ്റ്റെപ്സ്, അതായത് ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്സ്. പിന്നീട് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഹസാർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് കറക്റ്റായിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ അത് കൊടുക്കുക എന്നുള്ളതും കൃത്യമായിട്ട് ചെയ്യുക. സോ ഇതെല്ലാമാണ് ഒരു ജനറൽ ഡ്യൂട്ടി ഓഫ് ഇത് കൂടാതെ ഒട്ടനവധി റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും അതിനകത്ത് പറയുന്നുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ക്വസ്റ്റ്യൻ്റെ എല്ലാ യൂണിറ്റുകളിലും ഈ ഡ്യൂട്ടീസാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എസ്പെഷ്യലി വെൻ ഡിസ്കസിങ് മോറൽ, ലീഗൽ, ഫിനാൻഷ്യൽ റീസൺസ്, ഇതെല്ലാം പറയുമ്പം ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഇൻഡയറക്റ്റ്ലി അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ റെഗുലേഷൻ ചേർത്ത് വെച്ചുകൊണ്ട് ഒട്ടനവധി തവണ NEBOSH കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് ഹസാർഡ്സ് അറ്റ് ദ സോഴ്സ്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ് ഇൻ ബോത്ത് NEBOSH ആസ് വെൽ ആസ് ഇൻ ILO R164 ഈസ് ദാറ്റ് വി ഷുഡ് ട്രൈ ടു റിമൂവ് ദി ഹസാർഡ്സ് അറ്റ് ദ സോഴ്സ്. നമ്മളുടെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്, നിങ്ങൾ ആൻസർ എഴുതുമ്പോഴത്തേക്കും ഒരു ഹസാർഡിനെ കുറിച്ച് റെഫർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൺട്രോൾ മെഷറിനെ എഴുതാൻ പറയുകയോ അല്ലെങ്കിൽ അതിനെങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ യുവർ മെയിൻ ടാർഗറ്റ് ഷുഡ് ബി how you can remove the hazard at the source. ഇതിന് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമുണ്ട്, ഹൈറാർക്കി ഓഫ് കൺട്രോൾ എന്നാണ് വിളിക്കുന്നതിന്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ്. അതിനകത്ത് കുറച്ച് സ്റ്റെപ്സ് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലിമിനേഷനാണ്. സ്റ്റെപ്പ് 1, ഇത് ഈ രീതിയിൽ വേണം നിങ്ങൾ ആൻസർ എഴുതാനുള്ളത്. എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എഞ്ചിനീയറിംഗ് കൺട്രോൾ, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആൻഡ് PP. ഇങ്ങനെ തന്നെ നിങ്ങൾ ആൻസർ എഴുതണം. പലതവണയും സ്റ്റുഡൻസ് കാണിക്കുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആദ്യമേ PP അങ്ങ് എഴുതും. ഹെൽമെറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, ഒരു ഇയർ പ്ലഗ് കൊടുത്തേക്കുക, സേഫ്റ്റി ഗ്ലോവ്സ് കൊടുക്കുക. അതല്ല, അതിനൊരു പ്രോസസ്സുണ്ട്. ഫസ്റ്റ് എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എഞ്ചിനീയറിംഗ് കൺട്രോൾസ്, അങ്ങനെ തന്നെ സ്ട്രക്ചറായിട്ട് നിങ്ങൾ ഈ ഈ ഹൈറാർക്കി ഓഫ് കൺട്രോൾ പ്രോസസ്സ് ഫോളോ ചെയ്ത് വേണം നിങ്ങളുടെ ആൻസേഴ്സ് എഴുതുവാനുള്ളത്. സോ ഫസ്റ്റ് വൺ നമുക്കൊന്ന് നോക്കാം, എന്താണ് എലിമിനേഷൻ? ഇതെന്ന് പറയുന്നത് ഒരു ഹസാർഡിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എലിമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിളിന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വർക്കിംഗ് അറ്റ് ഹൈറ്റ്, അവിടെ ഒരു ലാഡർ യൂസ് ചെയ്യുന്നതിന് പകരം ആ ആക്ടിവിറ്റിയെ ഇഫ് യു ക്യാൻ റീഡിസൈൻ ദ ടാസ്ക് so that it can be done safely from the ground itself. ലാഡറിൽ വലിഞ്ഞ് കയറാതെ നമുക്ക് താഴെ നിന്ന് ഈ വർക്ക് എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രോസസ്സ് യൂസ് ചെയ്ത് സേഫായിട്ടുള്ളൊരു പ്രോസസ്സ് യൂസ് ചെയ്ത് എങ്ങനെ ഈ വർക്ക് തീർക്കാം, അതാണ് എലിമിനേഷൻ എന്ന് പറയുന്നതിൻ്റെ എക്സാമ്പിൾ.
രണ്ടാമത്തെന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ, റീപ്ലേസിങ് സംതിങ് ഡേഞ്ചറസ് വിത്ത് സംതിങ് സേഫർ. ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നിന് പകരം നമ്മൾ മറ്റെന്തെങ്കിലും സേഫായിട്ടുള്ള ഒരു സാധനം യൂസ് ചെയ്യുക എന്നുള്ളത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ടോക്സിക് കെമിക്കൽ, നമുക്കൊരു കെമിക്കൽ ക്ലീനിങ് ഉണ്ട്, എന്തെങ്കിലും ഒരു സാധനം കെമിക്കൽ വെച്ച് ക്ലീൻ ചെയ്യണം. പക്ഷേ ആ നമ്മളുടെ കയ്യിൽ ഇരിക്കുന്ന കെമിക്കൽ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെ റീപ്ലേസ് ചെയ്ത് ലെസ് ടോക്സിക് ആയിട്ടുള്ള ഒരു കെമിക്കൽ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് അത് ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് അപകടകരമായ ഒരു സാധനത്തിനെ റിമൂവ് ചെയ്ത് കുറച്ച് അപകടകരമായ അല്ലെങ്കിൽ അപകടമില്ലാത്ത ഒരു കെമിക്കൽ കൊണ്ടുവന്ന് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. 3 എന്ന് പറയുന്നത് എൻജിനീയറിംഗ് കൺട്രോൾസ്. അതായത് എന്തെങ്കിലും ടൈപ്പ് എൻജിനീയറിംഗ് കൺട്രോൾസ് കൊണ്ടുവന്ന് ഒരു അപകടം ഉണ്ടാകുവാനുള്ള ചാൻസസ് കുറയ്ക്കുന്ന പ്രോസസ്സിനെയാണ് എൻജിനീയറിംഗ് കൺട്രോൾ എന്ന് പറയുന്നത്. അതായത് ഒരു മൂവിങ് മെഷീൻ ഉണ്ട്, ഒരു റോബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും ഒരു സാധനം ലിഫ്റ്റ് ചെയ്യുന്നു, ഒരിടത്തുനിന്ന് പൊക്കി വേറൊരിടത്ത് കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ പോവാതെ നമ്മൾ അവിടെ ഒരു ഗേറ്റ് വയ്ക്കുക, ഒരു ബാരിയർ എന്തെങ്കിലും വയ്ക്കുക, അതൊക്കെ എഞ്ചിനീയറിംഗ് കൺട്രോളിൽ കൊണ്ടുവരാവുന്ന സംഭവങ്ങളാണ്. അതായത് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ബാരിയർ, ട്രിപ്പ് ഡിവൈസസ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. ട്രിപ്പ് ഡിവൈസസ് അത് നീബോഷിൽ പറയുന്നുണ്ട് യൂണിറ്റ് 2-ൽ. അപ്പം അതൊക്കെ എഞ്ചിനീയറിംഗ് കൺട്രോൾസിൽ പെട്ടതാണ്. 4-മത്തെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ എന്ന് പറയുന്നത് ആൾക്കാരുടെ അടുത്ത് ഒരു അവലോകനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് കൺട്രോൾ ചെയ്യുക. പെർമിറ്റ് വർക്ക് സിസ്റ്റം, അല്ലെങ്കിൽ ഒരു ഇൻസ്പെക്ഷൻ സിസ്റ്റം ഉണ്ടാക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ഹെവി നോയ്സ് ഉള്ള ഒരു ഏരിയയാണ്, അവിടെ എംപ്ലോയീസിനെ കൂടുതൽ എക്സ്പോസ് ചെയ്യാതെ 4 മണിക്കൂർ വെച്ച് എംപ്ലോയീസിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ നോയ്സ് എക്സ്പോഷർ നമുക്ക് കുറയ്ക്കാം. ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസിനകത്ത് പെട്ടതാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, അല്ലെങ്കിൽ PPE എന്ന് പറയുന്നത്. ഒരുപാട് പേര് ഇതിനെ തെറ്റിദ്ധരിച്ച് ആദ്യമേ കൊണ്ടുവന്ന് എഴുതും. തെറ്റാണ്, അങ്ങനെയല്ല. ഹൈറാർക്കി ഓഫ് കൺട്രോൾ, നിങ്ങൾ എന്തിനാണ് ഞാൻ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഹൈറാർക്കി ഓഫ് കൺട്രോൾ നിങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ തന്നെ പേപ്പർ കറക്റ്റ് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും ഈ പുള്ളിക്ക് കാര്യങ്ങൾ അറിയാം, അല്ലെങ്കിൽ ഇതിനൊരു സ്ട്രക്ചേർഡ് വേ ഓഫ് അപ്രോച്ച് ഈ പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം. സോ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ഒന്നുകൂടെ ഞാൻ പറയാം. വെയറിങ് എ ഹാർഡ് ഹാറ്റ്, ഗ്ലൗസ്, സേഫ്റ്റി ഗോഗിൾസ്, ഇതെല്ലാം PPEയിൽ പെട്ടതാണ്. സോ അത് ലാസ്റ്റ് റിസോർട്ടാണ്. സോ നീബോഷ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രക്ചർ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് സ്ട്രക്ചർ. അപ്പം അങ്ങനെ വന്നാൽ നിങ്ങളുടെ ആൻസറും കറക്റ്റായിട്ടായിരിക്കും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. സോ റിമെമ്പർ, ദ ഹയർ അപ്പ് ദി ഹൈറാർക്കി ദ ബെറ്റർ ദ കൺട്രോൾ. PPE ഈസ് ഇമ്പോർട്ടൻറ്റ്. PPE ഞാൻ പറഞ്ഞില്ല, PPE ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് ഓൾവേസ് ദ ലാസ്റ്റ് ചോയ്സ് ആഫ്റ്റർ ട്രൈയിങ് എവറിഥിങ് എൽസ്. എല്ലാം മുകളിൽ പറഞ്ഞിരിക്കുന്ന, അതായത് എലിമിനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എഞ്ചിനീയറിംഗ് കൺട്രോൾസ്, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾസ്, ഇത് ഇത്രയും ഡിഫൈൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ PPEയെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുവാനുള്ളത്. ഏതിലെ? നിങ്ങളുടെ ആൻസറിൽ. തുടക്കത്തിലേ പോയി PPE എഴുതി വെച്ചാൽ അത് പേപ്പർ വായിക്കുന്നവന് അത്ര രസമായിട്ട് തോന്നാൻ ചാൻസ് ഇല്ല. എന്നുകൊണ്ട് മാർക്ക് കുറയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കറക്റ്റ് ചെയ്യുന്ന ആളുടെ മനസ്ഥിതി കണക്കിരിക്കും. നിങ്ങൾ അതിനെ മാത്രം, കുറേ ആൾക്കാരുണ്ട് ചുമ്മാ ഉള്ള PPE എല്ലാം എഴുതും. ഹെൽമെറ്റ് കൊടുക്കുക, ഗ്ലാസ് വയ്ക്കുക, സേഫ്റ്റി ഹാർനസ് ഇടുക, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എലിമിനേഷനെ കുറിച്ചോ സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ചോ ഒന്നും ആൻസറിൽ റെഫർ ചെയ്യില്ല. ചുമ്മാ കുറേ കൺട്രോൾ മെഷറായിട്ട് PPE മാത്രം എഴുതി വെച്ചുകൊണ്ട് വരും. 1 മാർക്കേ കിട്ടുകയുള്ളൂ. PPE ഒരെണ്ണം റെഫർ ചെയ്താൽ അതൊന്ന് പറഞ്ഞതിന് തുല്യമാണ്. അല്ലാതെ ഗ്ലൗസിനൊരു പോയിൻറ്റ്, ഷൂസിനൊരു പോയിൻറ്റ്, ഹാർനസിനൊരു പോയിൻറ്റ് എഴുതിയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് 6 മാർക്ക് കിട്ടത്തില്ല. 1 മാർക്കേ കിട്ടുകയുള്ളൂ. അത് ഓർത്ത് വച്ചേക്കുക. അപ്പം ഈ ഹൈറാർക്കി ഓഫ് കൺട്രോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ മറക്കരുത്. അഡാപ്റ്റ് വർക്ക് ടു ദ വർക്കർ. അതായത് നമ്മളൊരു എംപ്ലോയിയെ നമ്മൾ വർക്ക് സൈറ്റിലേക്ക് എടുക്കുന്ന സമയത്ത് അയാൾ ആ വർക്കുമായിട്ട് അഡാപ്റ്റ് ആയിരിക്കണം. സോ ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഹൈലൈറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എർഗണോമിക്സ് ആൻഡ് ഹ്യൂമൻ ഫാക്ടേഴ്സ്. എൻഷ്യൂർ, അതായത് ഇതിനെക്കുറിച്ചാണ് കൂടുതലും നെക്സ്റ്റ്. ഇതും ഒരുപാട് ക്വസ്റ്റ്യൻസിൽ വരുന്നുണ്ട്, നീബോഷ് കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. സോ എന്താണ് ഒരു വർക്കറിന് അഡോപ്റ്റ് ചെയ്യുന്നത്, ഒരു വർക്കറിനകത്ത്, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള എർഗണോമിക്സ് എന്താണ്? ദിസ് ഇൻക്ലൂഡ്സ് ഡിസൈനിങ് ദ വർക്ക് സ്റ്റേഷൻസ് ആൻഡ് ടൂൾസ്, ഫിസിക്കൽ സ്ട്രെയിൻ, ഒരു എംപ്ലോയിയുടെ ഫിസിക്കൽ സ്ട്രെയിൻ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ക്ലിയർ ആയിട്ട് ഈ ഒരു പർട്ടിക്കുലർ ഭാഗത്തിനകത്ത് പറയുന്നത്. സോ ഈ നീബോഷ് എക്സാംസ് ഓഫൺ ഇൻക്ലൂഡ് സിനാരിയോസ് വെയർ വർക്ക് നീഡ്സ് ടു ബി അഡാപ്റ്റഡ്. അപ്പോൾ ഒരുപാട് സിനാരിയോയിൽ ഒരുപാട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതിനകത്ത് ഷിഫ്റ്റ് പാറ്റേൺസിനെ കുറിച്ച് പറയുന്നുണ്ടായിരിക്കാം, പുവർ വർക്ക് സ്റ്റേഷൻ ലേ ഔട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, മസ്കിലോസ്കെലിറ്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയാറുണ്ട് സിനാരിയോയിൽ. സോ അതെല്ലാം റിയൽ ലൈഫ് ടൈമിനകത്ത് എങ്ങനെ വരാം എന്നുള്ളതിനെ ചിന്തിച്ച് വേണം ആൻസേഴ്സ് എഴുതാനുള്ളത്. അത് ഈ R164 ഡോക്യുമെൻറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നും ഒരു എംപ്ലോയർ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും അതിൻ്റെ കൺട്രോൾ മെഷേഴ്സ് എന്താണെന്നൊക്കെ ഉള്ളത് അതും ക്ലിയർ ആയിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്യാൻ മറക്കരുത്. ഇതും ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. എർഗണോമിക്സിനെ കുറിച്ചും ഒരു ക്വസ്റ്റ്യൻ വെരി റെഗുലറായിട്ട് ചോദിക്കാറ് ഉണ്ട്.
വർക്കർ പാർട്ടിസിപ്പേഷൻ ആൻഡ് കൺസൾട്ടേഷൻ അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വർക്കറിനെ കൃത്യമായിട്ട് റിസ്കിനെ കുറിച്ച് പറയുന്നുണ്ടോ, അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ, അവരുമായിട്ട് കൺസൾട്ടേഷൻ പറയുന്നുണ്ടോ, ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എൻകറേജ് ചെയ്യുന്നുണ്ടോ, ഇതിനെക്കുറിച്ചും നീബോഷിനകത്ത് സിനാരിയോയിൽ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ യുവർ എക്സാം ആൻസേഴ്സ് ഷുഡ് റിഫ്ലക്ട് ദാറ്റ് വർക്കർ ഇൻവോൾവ്മെൻറ്റ് ഈസ് നോട്ട് ഓപ്ഷണൽ ബട്ട് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഇഫക്റ്റീവ് റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പം അത് ക്ലിയറായിട്ട് സപ്പോർട്ട് ചെയ്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആൻസർ എഴുതിയേ പറ്റത്തുള്ളൂ. അതിനും ഈ ഡോക്യുമെൻറ്റ് നിങ്ങളെ സഹായിക്കും. ഒരുവിധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്കും ഈ പറയുന്ന റെഗുലേഷൻസിനകത്ത് ഈ പറയുന്ന റെഗുലേഷനകത്ത് കവർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ദ ലാസ്റ്റ് വൺ, ട്രെയിനിങ്, ഇൻഫർമേഷൻ ആൻഡ് സൂപ്പർവിഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഞാൻ ആദ്യമേ പറഞ്ഞ കണക്ക് ഈ പാർട്ടെന്ന് പറയുന്നത് നീബോഷിനകത്ത് ഒരുപാട് ഭാഗങ്ങൾ അഗെയിൻ സിലബസിനകത്ത് പറയുന്നുണ്ടാണ്. ഒരു എംപ്ലോയറുടെ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാ എംപ്ലോയീസിനും ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്, ജോബ് സ്പെസിഫിക് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്. അത് മാത്രവുമല്ല അവർക്ക് റെഗുലർ സൂപ്പർവിഷൻ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സിനാരിയോ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റിനെ കുറിച്ച് സിനാരിയോയിൽ പറയും. തൊട്ട് മുമ്പ് എവിടെയെങ്കിലും ഈ എംപ്ലോയിക്ക് ഒരു ട്രെയിനിങ് കൊടുത്തതായിട്ടോ കിട്ടിയതായിട്ടോ പറയുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അത് ഈ റെഗുലേഷന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് അങ്ങനത്തെ സിനാരിയോസ് വായിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാം. ഒരു എംപ്ലോയിയെ ചിലപ്പോൾ ക്ലീനിങ്ങിനായിട്ട് ഔട്ട്സൈഡ് കോൺട്രാക്ടറെ കൊണ്ടുവരുന്ന ഒരു കഥ എഴുതും. അവർ എഴുതിയിട്ട് പറയും ആ എംപ്ലോയർ തുടങ്ങിയ തന്നെ വർക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അതിനകത്ത് ട്രെയിനിങ് കൊടുത്തതായിട്ടോ എംപ്ലോയിക്ക് ഇതിന് മുമ്പ് ട്രെയിനിങ് ലഭിച്ചതായിട്ടോ ഒരു ഡോക്യുമെൻറ്റ് ചെക്ക് ചെയ്യുകയോ ഒന്നും തന്നെ ആ സിനാരിയോയിൽ പറയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ആൻസറായിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് സൂപ്പർവൈസേഴ്സ് കാണത്തില്ല. ഒരു എംപ്ലോയിയെ തന്നെ അങ്ങ് പറയണത് നീ തന്നെ അങ്ങ് സൂപ്പർവൈസ് ചെയ്ത് നീ തന്നെ അങ്ങ് വർക്ക് ചെയ്തോ എന്നും ഇടയ്ക്കിടയ്ക്ക് ഈ സിനാരിയോയിൽ പറയാറുണ്ട്. സോ അപ്പോൾ ഈ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഈ പോയിൻറ്റ്സ് എല്ലാം സിനാരിയോയിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ഈ ഡോക്യുമെൻ്റ് നോക്കി കൃത്യമായിട്ട് എഴുതുവാൻ ട്രൈ ചെയ്യുക. മസ്റ്റാണ്, അത് എഴുതിയേ പറ്റത്തുള്ളൂ. And then comes monitoring and health surveillance, another important part. എന്തൊക്കെ റിസ്ക് അസസ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ടോ, ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടോ, എംപ്ലോയീസിൻ്റെ ഹെൽത്ത് സർവൈലൻസ് അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നുണ്ടോ, ഇതിന് മുമ്പ് നിയർ മിസ്സസും ഇൻസിഡൻസ് ഇൻവെസ്റ്റിഗേഷൻസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പ്രോപ്പർ റിപ്പോർട്ട്സ് കൊടുക്കാറുണ്ടോ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഇതും നിങ്ങളുടെ സിനാരിയോയിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടോ. ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ആക്സിഡൻറ്റ് നടന്നതായിട്ട് എഴുതും. ഇത് എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവർ വേറെ കാര്യങ്ങൾ എഴുതി വയ്ക്കും. ഇതിന് മുമ്പ് ഇതേപോലെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്, ആ സമയത്ത് അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി, പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് ആർക്കും കൊടുത്തിട്ടില്ല. അപ്പം സ്വാഭാവികമായിട്ട് എന്താണ്, ഇപ്പോൾ എംപ്ലോയീസിന് ഒരിക്കലും അറിയത്തില്ല എന്തുകൊണ്ടാണ് ആ ഇൻസിഡൻറ്റ് സംഭവിച്ചെന്നും ഇനി അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ള ഇൻഫർമേഷൻസ് എംപ്ലോയീസിനില്ല. അപ്പം അതും ഒരു വാലിഡ് പോയിൻ്റാണ്. അങ്ങനെയുള്ള സിനാരിയോസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് നോക്കി എഴുതുവാനായിട്ട് സാധിക്കും. സോ ഫൈനലി സമ്മറി. Why this matters? So to conclude, let's remember that understanding the ILO R164 will help you to gather more informations and a capable health and safety professional. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഡോക്യുമെൻ്റ് മസ്റ്റായിട്ട് നിങ്ങൾ വായിച്ചിരിക്കണം. ഇതിനെ ബേസ് ചെയ്ത് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും മിക്ക നീബോഷിൻ്റെ OB എക്സാമിനകത്തും വരാറുണ്ട്. സോ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്. ഇത് നിങ്ങൾക്ക് മിക്കവാറും നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യും. ഇല്ലെങ്കിൽ ഒട്ടനവധി നീബോഷ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഇതിനെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. ഇല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയിട്ട് അങ്ങ് പറയും, ബേസ്ഡ് ഓൺ ദിസ് റെക്കമെൻഡേഷൻ ഓർ ബേസ്ഡ് ഓൺ ദിസ് വൈ ഡു യു തിങ്ക് ദാറ്റ് ദിസ് ഈസ് മിസ്സിങ്, അല്ലെങ്കിൽ വൈ ഡു യു തിങ്ക് വാട്ട് ഡു യു തിങ്ക് ദാറ്റ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൺട്രോൾ മെഷേഴ്സ് ദാറ്റ് കുഡ് ബി ഇംപ്ലിമെൻറ്റഡ് എന്ന് പറഞ്ഞ് തന്നെ ഇതിനകത്ത് എഴുതും. See, by connecting the dots between R164 and NEBOSH, you can definitely get some good marks. ഈ ഡോക്യുമെൻ്റ് ഓൾവേസ് റെഫർ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യുക, ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ നിങ്ങൾക്കത് തരാൻ സാധിക്കും. സോ ഈ അടുത്ത കാലത്തായിട്ട് ഈ ഡോക്യുമെൻ്റ് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കാണുന്നുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇതാണ് ILO R164 നീബോഷ് എക്സാമും തമ്മിലുള്ള കണക്ഷൻ. ഒന്നുകൂടി ഞാൻ പറയാം, ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യം തന്നെയാണ് നീബോഷിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് വേരിയസ് കൈൻഡ് ഓഫ് കൺട്രോൾ മെഷേഴ്സ്, റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് എംപ്ലോയറത്. ഇത് വായിച്ച് നോക്കിയിട്ട് ഇതെല്ലാം ആ സിനാറിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1-2-3 ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യുവാനായിട്ട് സാധിക്കും. പക്ഷേ അവസാനമായിട്ട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, കോപ്പിയൊന്നും അടിച്ച് വയ്ക്കരുത്. അതിൽ കിടക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൺട്രോൾ മെഷേഴ്സും പോയിൻറ്റ്സും എല്ലാം അങ്ങനെ തന്നെ കോപ്പി അടിച്ച് നിങ്ങളുടെ ആൻസർ പേപ്പറിൽ വയ്ക്കരുത്. സ്ട്രിക്റ്റ് മാൽ പ്രാക്ടീസ് പോളിസി ഉണ്ടവർക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പേപ്പറും ക്യാൻസലാവും, ചിലപ്പോൾ ലൈഫ് ലോങ് ബാനും അടിച്ച് കൈത്തരും. അതുകൊണ്ട് ബി കെയർഫുൾ, സേ നോ ടു മാൽ പ്രാക്ടീസ്. ആര് പറഞ്ഞതും കേൾക്കാൻ നിൽക്കരുത്. സ്വന്തം ആൻസേഴ്സ് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ എഴുതാൻ. ഇതൊരു പ്രൊഫഷണൽ എക്സാമിനേഷനാണ്, അതിന് അതിൻ്റേതായ റെസ്പെക്റ്റ് കൊടുക്കുക. റെസ്പെക്റ്റ് കൊടുത്ത് തന്നെ എഴുതുവാൻ ശ്രമിക്കുക.
ഈ ചെറിയ ചെറിയ ഷോർട്ട് കട്ട്സുകൾ, നെറ്റ് കട്ട് വേലകൾ, ടെലിഗ്രാമിൽ പോയി ക്വസ്റ്റ്യൻസ് ചോദിക്കുക, ഫേസ്ബുക്കിൽ ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ അറിയാമോ എന്നൊക്കെ ചോദിക്കുക. ഇതൊക്കെ കൃത്യമായിട്ട് അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതിരിക്കുക. All the best. Thank you for watching and keep following our channel for more videos. എല്ലാ ആഴ്ചയും നമ്മളിപ്പോൾ കൂടുതൽ വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല ലാംഗ്വേജിൽ, ഇംഗ്ലീഷുണ്ട്, തമിഴുണ്ട്, മലയാളമുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇതേപോലുള്ള വീഡിയോസ് വരും ആഴ്ചകളിൽ നമ്മൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യും. സോ വൺസ് അഗെയിൻ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫ്രം ഗ്രീൻ വേൾഡ് ഗ്രൂപ്പ്. എനി ഡൗട്ട്സ്, എനി ക്വസ്റ്റ്യൻസ്, ഓൾവേസ് റീച്ച് ബാക്ക് ടു us. Somebody will always guide you. And all the best. Thank you for watching. Bye-bye.